നമസ്കാരം. കുറേ കാലത്തിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. അത് അമ്പലത്തിലെത്തി. അപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് പൂവൊന്നും കുറച്ചില്ല. പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പൂ വാങ്ങി വെച്ചാൽ അതിൻ്റെ ചന്തൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോകുമ്പോഴാണ് ഗൈസ് ട്വിസ്റ്റ്. പൂവൊക്കെ വെച്ച് ചന്ത നോക്കിയപ്പോഴാണ് ഗൈസ് ട്വിസ്റ്റ് സംഭവിച്ചത്. ഞങ്ങൾ വന്നത് കാഞ്ചി കാമാക്ഷി അമ്മൻ ടെമ്പിളാണ്. ഭയങ്കര പ്രശസ്തമായിട്ടുള്ള പാർവതി ദേവീൻ്റെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നട തുറക്കാൻ 2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം കേട്ടപ്പോൾ ഞങ്ങൾ ആകെ അങ്കലാപ്പിലായി. അപ്പോഴാണ് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വേറൊരു ക്ഷേത്രം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഉടനെ ഞങ്ങൾ പ്ലാൻ മാറ്റി അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഇനി ഒന്നും നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ പേര് ഏകാംബേശ്വര ടെമ്പിളാണ്. നമ്മുടെ മഹാദേവൻ്റെ ടെമ്പിളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ കുറച്ച് ഒരു ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ടെമ്പിൾ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് ആ കാണുന്നതാണ് നമ്മുടെ മഹാദേവൻ്റെ ക്ഷേത്രം. ഏകാംബേശ്വര ക്ഷേത്രം എന്നാണ്. കാഞ്ചീപുരത്താണ് സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് സാരി കൊടുത്ത് വന്ന പട്ടിഷൊക്കെ കളിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി കുറേ നടന്നു. ഇവിടെ കുറേ സ്ഥലത്ത് ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. ക്യാമറ അലൗഡ് ആയ സ്ഥലത്താണെങ്കിൽ വെളിച്ചം കുറവായത് കാരണം ഇങ്ങനെ ക്ലിയറിൽ കിട്ടിയാലും ഒരുപാട് കുത്തുപണി ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇതാണ് അരടിമണ്ഡം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ട് നല്ലൊരു സൈലൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു സംഭവം കണ്ടു. ഞാൻ കാണിച്ചു തരാം. ഇവിടാണ് നമ്മുടെ ഒരു മാവുണ്ട്. ഈ മാവിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇവിടെ നിന്നാണ് കാമാക്ഷി ദേവിനെ നമ്മുടെ പരമശിവൻ കല്യാണം കഴിച്ചതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചുവട്ടുനിന്നാണ്. അപ്പോൾ കാമാക്ഷി എന്ന് വെച്ചാൽ പാർവതിയാണ്. അപ്പോൾ ഇതാണ് ആ മാവ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു. അവിടെ ഒരു നന്ദി ഭഗവാൻ ഇരിപ്പുണ്ട്. കുറച്ച് വലിയതാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ കാമാക്ഷി ദേവിനെ കാണാൻ തന്നെ തിരിച്ചുപോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.